നമസ്കാരം. ഹണ്ടൻ ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ വേഗത്തിൽ. ലൈഫ് മിഷൻ ഇടപാടിൽ അഴിമതിയെന്ന് CBI ഹൈക്കോടതിയിൽ. സന്തോഷ് ഈപ്പൻ പണവും ഫോണുകളും നൽകിയതിൽ ക്രമക്കേട്. ഉദ്യോഗസ്ഥരുടെ പങ്കും അന്വേഷിക്കുന്നു. CBIക്ക് അന്വേഷണം തുടരാമെന്ന് കോടതി. ലൈഫ് മിഷൻ കേസിൽ CEO UV ജോസിനെ CBI ചോദ്യം ചെയ്യുന്നു. രേഖകളുമായി ലൈഫ് മിഷൻ ഉദ്യോഗസ്ഥരും CBI ഓഫീസിൽ. ഉദ്യോഗസ്ഥർ പണം വാങ്ങിയതിന് തെളിവില്ലെന്ന് വിജിലൻസിന്റെ പ്രാഥമിക നിഗമനം. ഐഫോൺ വിവാദത്തിൽ കേസെടുക്കാതെ അന്വേഷണം സാധ്യമല്ലെന്ന് നിയമോപദേശം. തൃശൂർ ചിറ്റിലങ്ങാട് CPIM നേതാവിനെ കുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് പുതുശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി PU സനൂപ്. 3 CPIM പ്രവർത്തകർക്കും വെട്ടേറ്റു. കൃത്യത്തിൽ പങ്കെടുത്ത 4 പേരെ തിരിച്ചറിഞ്ഞെന്ന് പോലീസ്. അന്വേഷണത്തിന് പ്രത്യേക സംഘം. രാഷ്ട്രീയ കൊലപാതകമെന്ന് മന്ത്രി AC മൊയ്തീൻ. പിന്നിൽ സംഘപരിവാർ എന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കൊലപാതകത്തിൽ പങ്കില്ലെന്ന് BJP. സ്വർണ്ണക്കടത്ത് കേസിൽ NIAക്ക് മുന്നറിയിപ്പുമായി കോടതി. FIRലെ വിവരങ്ങൾക്ക് തെളിവ് ഹാജരാക്കിയില്ലെങ്കിൽ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ അനുകൂല തീരുമാനമെടുക്കേണ്ടി വരും. കേസ് ഡയറി ഹാജരാക്കാൻ നിർദ്ദേശം. പ്രധാന പ്രതി സന്ദീപ് നായരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കോടതിയുടെ അനുമതി. നടപടി NIAയുടെ അപേക്ഷ കണക്കിലെടുത്ത്. ബംഗളൂരു ലഹരിമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബിനീഷ് കോടിയേരിയെ നാളെ ചോദ്യം ചെയ്യും. ബിനീഷ് ബംഗളൂരുവിലേക്ക് തിരിച്ചു. സഹോദരൻ ബിനോയും സുഹൃത്തുക്കളും ഒപ്പം. സ്വർണ്ണക്കടത്ത് കേസിൽ മണി എക്സ്ചേഞ്ച് സ്ഥാപനമായ UFX സൊല്യൂഷൻസ് ഉടമയെ ചോദ്യം ചെയ്തു. അബ്ദുൾ ലത്തീഫിനെ ചോദ്യം ചെയ്തത് കസ്റ്റംസ്. കമ്പനി ഡയറക്ടർമാരിൽ ഒരാൾ ബിനീഷ് കോടിയേരിയുടെ ബിനാമിയാണെന്ന് ആരോപണം ഉയർന്നിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആരോഗ്യ പ്രവർത്തകർക്കെതിരായ സസ്പെൻഷനിൽ പ്രതിഷേധം തുടരുന്നു. ആരോഗ്യമന്ത്രി KK ശൈലജ അല്പസമയത്തിനകം ചർച്ച നടത്തും. മെഡിക്കൽ കോളേജുകളിൽ 2 മണിക്കൂർ OP ബഹിഷ്കരിച്ച് ഡോക്ടേഴ്സ്. സസ്പെൻഷൻ പിൻവലിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരമെന്ന് മുന്നറിയിപ്പ്. പെരിയ ഇരട്ടക്കൊലക്കേസിലെ കോടതിയലക്ഷ്യ ഹർജിയിൽ ഇപ്പോൾ ഇടപെടില്ലെന്ന് ഹൈക്കോടതി. തീരുമാനം സുപ്രീം കോടതിയിൽ ഹർജി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ CBIക്ക് അമിതാവേശമെന്ന് സർക്കാർ. ആവശ്യമായ രേഖകൾ കൈമാറിയെന്നും ഹൈക്കോടതിയിൽ വിശദീകരണം. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മാറ്റിവെക്കുന്നതിൽ ധൃതി വേണ്ടെന്ന് സർക്കാർ തീരുമാനം. ചർച്ചകൾ തുടരും. ഏകപക്ഷീയ നടപടി ഉണ്ടാകില്ലെന്ന് സർക്കാർ. ലോക്ഡൌൺ കാലത്തെ വായ്പാ മൊറട്ടോറിയം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാർ മറുപടി നൽകിയില്ലെന്ന് സുപ്രീം കോടതി. വീണ്ടും സത്യവാങ്മൂലം സമർപ്പിക്കാൻ RBIക്കും കേന്ദ്ര സർക്കാരിനും ഒരാഴ്ചത്തെ സമയം. ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് കോടതി. ജനങ്ങൾക്ക് പ്രയോജനം നൽകുന്ന ഉത്തരവുകളാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ജസ്റ്റിസ് അശോക് ഭൂഷൺ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ മത്സര ചിത്രം തെളിഞ്ഞു. NDAയിൽ BJPയും JDUവും തുല്യമായ സീറ്റുകൾ പങ്കിടും. NDA ജനവിധി തേടുക നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി. ഓപ്പറേഷൻ പി ഹണ്ടുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി നടത്തിയ റെയ്ഡിൽ 41 പേർ അറസ്റ്റിൽ. 227 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്തത് പാലക്കാട് നിന്ന്. കോവിഡ് കാലത്ത് കുട്ടികൾക്കെതിരായ ഓൺലൈൻ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചെന്ന് ADGP മനോജ് എബ്രഹാം. ഹത്രാസ് പെൺകുട്ടിയുടെ മരണത്തിൽ രാജ്യവ്യാപക പ്രക്ഷോഭം തുടരുന്നു. കോൺഗ്രസ് നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം. അന്വേഷണം കോടതി മേൽനോട്ടത്തിൽ വേണമെന്ന നിലപാടിൽ ഉറച്ച് പെൺകുട്ടിയുടെ ബന്ധുക്കൾ. രാജ്യത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 66 ലക്ഷം കടന്നു. പുതുതായി 74,442 പോസിറ്റീവ് കേസുകളും 903 മരണവും. ആകെ പോസിറ്റീവ് കേസുകൾ 66,23,816. മലപ്പുറത്ത് ചികിത്സ വൈകിയതിനെ തുടർന്ന് ഇരട്ടക്കുട്ടികൾ മരിച്ച സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ജില്ലാ കളക്ടർ K ഗോപാലകൃഷ്ണൻ മുൻപാകെ ബന്ധുക്കൾ ഇന്ന് മൊഴി നൽകും. മലപ്പുറം കളക്ടറേറ്റിലെത്തിയാണ് മൊഴി നൽകുക. നേരത്തെ മഞ്ചേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും പ്രിൻസിപ്പൽക്കും ജില്ലാ കളക്ടർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച 2ാം ഘട്ട ചർച്ച ഇന്ന്. തിരുവനന്തപുരത്ത് നടക്കുന്ന ചർച്ചയിൽ ഇരുഭാഗത്തിൽ നിന്നും ആളുകൾ പങ്കെടുക്കും. കഴിഞ്ഞ മാസം 21-ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയുടെ തുടർച്ചയായാണ് ഇന്നത്തെ ചർച്ച. എറണാകുളം
എറണാകുളത്ത് കോവിഡ് ബാധിതൻ തൂങ്ങി മരിച്ച നിലയിൽ കോതമംഗലം സ്വദേശി രതീഷ് ഗോപാലൻ ആണ് മരിച്ചത്. 39 വയസ്സായിരുന്നു. ഇദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചത് ഇന്നലെ വൈകിട്ട്. കാർഷിക ബില്ലിനെതിരെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ട്രാക്ടർ റാലി 2ാം ദിവസത്തിലേക്ക്. പഞ്ചാബിലെ വിവിധ ജില്ലകളിലൂടെ ഇന്ന് റാലി കടന്നുപോകും. ഹരിയാനയിൽ നാളെയും ബുധനാഴ്ചയുമാണ് റാലി. നിരോധനാജ്ഞ ലംഘിച്ചതിന് ഭീം ആർമി നേതാവ് ചന്ദ്രശേഖർ ആസാദിനെതിരെ കേസ്. ഹത്രാസിൽ പകർച്ചവ്യാധി നിയമം ലംഘിച്ചെന്നാരോപിച്ചാണ് നടപടി. ചന്ദ്രശേഖറോടൊപ്പം ഹത്രാസിലെ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ പേരറിയാത്ത 500 പേർക്കെതിരെയും നടപടി. കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ DK ശിവകുമാറിന്റെ വീട്ടിൽ CBI റെയ്ഡ്. 50 ലക്ഷം രൂപ കണ്ടെടുത്തെന്ന് CBI. ഡൽഹി, മുംബൈ, ബംഗളൂരു നഗരങ്ങളിൽ പരിശോധന തുടരുന്നു. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രിമാർക്കെതിരെയും കേസ്. കോവിഡ് പരിശോധനയ്ക്ക് പേപ്പർ സ്ട്രിപ്പ് കിറ്റുമായി ഇന്ത്യൻ ഗവേഷകർ. ഫെലുദ എന്ന കിറ്റ് വികസിപ്പിച്ചത് ടാറ്റയുടെ കീഴിലുള്ള ഗവേഷക സംഘം. 500 രൂപ മാത്രമാണ് പരിശോധനയ്ക്ക് ചെലവാകുകയെന്ന് ഗവേഷകർ. കിറ്റിന്റെ രൂപകൽപ്പന ജീൻ എഡിറ്റിംഗിന് ഉപയോഗിക്കുന്ന ക്രിസ്പർ ടെക്നോളജി അടിസ്ഥാനമാക്കി. കോവിഡ് പശ്ചാത്തലത്തിൽ അടച്ച സ്കൂളുകൾ നവംബർ 2-ന് തുറക്കാൻ ആന്ധ്രാപ്രദേശ്. നേരത്തെ ഒക്ടോബർ 5-ന് സ്കൂളുകൾ തുറക്കാൻ തീരുമാനിച്ചെങ്കിലും കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ മാറ്റുകയായിരുന്നു. കോവിഡ് പശ്ചാത്തലത്തിലടച്ച മഹാരാഷ്ട്രയിലെ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ബാറുകളും തുറന്നു. ഹോട്ടലുകളിൽ 50% ആളുകളെ പ്രവേശിപ്പിക്കാം. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം. ആന്ധ്രാപ്രദേശിൽ നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന ആശുപത്രി കെട്ടിടം തകർന്ന് ജീവനക്കാരി മരിച്ചു. ശ്രീ വെങ്കടേശ്വര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് അപകടം. നിലവിൽ കോവിഡ് ആശുപത്രിയാണിത്. 2 കോവിഡ് ബാധിതർക്കും പരുക്ക്. ബീഹാറിൽ ദളിത് നേതാവ് ശക്തി മാലിക് വെടിയേറ്റു മരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് തേജസ്വി യാദവ് പണം ആവശ്യപ്പെട്ടിരുന്നുവെന്നാരോപിച്ച് ശക്തി മാലിക്കിനെ പാർട്ടി പുറത്താക്കിയിരുന്നു. ബൈക്കിലെത്തിയ 3 പേർ മാലിക്കിനെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ്. തേജസ്വി യാദവ് അടക്കം 6 പേർക്കെതിരെ FIR. സാമ്പത്തിക വർഷത്തിന്റെ 2ാം പകുതിയിൽ വരുമാന വളർച്ചയുണ്ടാകുമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി. കണ്ടെത്തൽ 115 കമ്പനികളിൽ നടത്തിയ സർവേയിൽ. ഉത്സവ സീസണിൽ ശക്തമായി വിൽപ്പന പ്രതീക്ഷിക്കുന്നതായും CII. അസമിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചയാളെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. നാഗോൺ ജില്ലയിലാണ് സംഭവം. ഉത്തംകുമാർ മണ്ഡൽ എന്നയാളാണ് പിടിയിലായത്. അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ്. ഹത്രാസിലേക്കുള്ള പ്രതിപക്ഷ നേതാക്കളുടെ സന്ദർശനത്തിനെതിരെ വിമർശനവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. വികസനം ഇഷ്ടപ്പെടാത്തവർ വംശീയവും സാമുദായികവുമായ കലാപങ്ങൾക്ക് പ്രേരണ നൽകുമെന്ന് യോഗിയുടെ ട്വീറ്റ്. ഏതു വലിയ പ്രശ്നവും പരിഹരിക്കാൻ കഴിയുമെന്നും ട്വീറ്റിൽ പറയുന്നു. തെന്നിന്ത്യൻ താരം തമന്ന ഭാട്ടിയയ്ക്ക് കോവിഡ്. ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് താരമെന്ന റിപ്പോർട്ടുകൾ. നേരത്തെ താരത്തിന്റെ മാതാപിതാക്കൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. വെബ് സീരീസിന്റെ ഷൂട്ടിംഗിന്റെ ഭാഗമായി താരം ഹൈദരാബാദിലാണ്. പശ്ചിമബംഗാൾ സംസ്ഥാന വിഭജന നീക്കങ്ങളുമായി കേന്ദ്ര സർക്കാർ. ഗൂർഖാലാൻഡ് സംസ്ഥാനം യാഥാർത്ഥ്യമാക്കാൻ തിരക്കിട്ട നീക്കങ്ങൾ. ഡാർജിലിംഗ് ആസ്ഥാനമായി പുതിയ സംസ്ഥാന രൂപീകരണത്തിനാണ് നീക്കം. ചൊവ്വാഴ്ച പുതിയ സംസ്ഥാന രൂപീകരണത്തിനായി ഡൽഹിയിൽ യോഗം വിളിച്ച് ആഭ്യന്തര മന്ത്രാലയം. BJPയുടെ പുതുതായി തെരഞ്ഞെടുത്ത ദേശീയ സമിതിയുടെ ആദ്യ യോഗം തുടങ്ങി. ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് പാർട്ടി അധ്യക്ഷൻ JP നദ്ദയുടെ അധ്യക്ഷതയിലാണ് യോഗം. വരുന്ന മാസങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകും. ജമ്മു കശ്മീരിലെ പാംപൂരിൽ ഭീകരാക്രമണം. വെടിവയ്പിൽ 5 CRPF ജവാന്മാർക്ക് പരിക്കേറ്റു. പാംപൂർ ബൈപ്പാസിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. പരുക്കേറ്റ ജവാന്മാരെ ആശുപത്രിയിലേക്ക് മാറ്റി. ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ച കോവിഡ് പരിശോധനകളുടെ എണ്ണം ഇന്ത്യ മറികടന്നെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 10 ലക്ഷം പേരിൽ രാജ്യം പ്രതിദിനം നടത്തുന്നത് ശരാശരി 828 പരിശോധനകൾ. WHO 10 ലക്ഷം പേരിൽ നടത്താൻ നിർദ്ദേശിക്കുന്നത് 140 പരിശോധനകൾ. ഡൽഹി, ഗോവ, കർണാടക എന്നിവിടങ്ങളിൽ പരിശോധനകളുടെ എണ്ണം കൂടുതലാണെന്നും ആരോഗ്യ മന്ത്രാലയം. ഉത്തർപ്രദേശിലെ ദാദ്രയിൽ നടത്തിയ റെയ്ഡിൽ 50 ലക്ഷം രൂപയുടെ വ്യാജമദ്യം പിടികൂടി. സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളിൽ ഒരാൾക്ക് പരുക്ക്. റഷ്യയിൽ നിന്ന് അത്യാധുനിക യുദ്ധ ടാങ്കുകൾ വാങ്ങാനൊരുങ്ങി ഇന്ത്യ. ഇത് സംബന്ധിച്ച ചർച്ചകൾ തുടങ്ങിയെന്ന് റിപ്പോർട്ടുകൾ. ഇന്ത്യയിലെത്തിക്കുക ഭാരം കുറഞ്ഞ
ഓക്സ്ഫോർഡ് HDM-1 യുദ്ധ ടാങ്കറുകൾ. നിലവിൽ റഷ്യയിൽ പരീക്ഷണ ഘട്ടത്തിലാണ് ഇത്തരം ടാങ്കുകൾ. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ നേതൃത്വത്തിൽ GST കൗൺസിൽ യോഗം തുടങ്ങി. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ധനമന്ത്രിമാരും വിവിധ സംസ്ഥാനങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 10,41,823 3,53,97,320 പേർക്ക് വൈറസ് ബാധ. രോഗം ഭേദമായി ആശുപത്രി വിട്ടത് 2,66,20,116 പേർ. അമേരിക്കയിൽ കോവിഡ് ബാധിതർ ഉയരുന്നു. 31,645 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ രോഗം ബാധിച്ചവരുടെ എണ്ണം 76,34,110. രാജ്യത്തെ ആകെ മരണസംഖ്യ 2,14,000 കടന്നു. കോവിഡ് ചികിത്സയിൽ കഴിയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്വാറന്റൈൻ ലംഘിച്ചെന്ന ആരോപണം. ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങി കാറിൽ യാത്ര ചെയ്തു. ജനങ്ങളെ അഭിവാദ്യം ചെയ്തത് പ്രവർത്തകർക്ക് ആത്മവിശ്വാസം കൂട്ടാനെന്ന് വൈറ്റ് ഹൌസ്. ഡൊണാൾഡ് ട്രംപ് ഇന്ന് ആശുപത്രി വിട്ടേക്കുമെന്ന് സൂചന. അമേരിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി ജോ ബൈഡന്റെ രണ്ടാം കോവിഡ് പരിശോധനാ ഫലവും നെഗറ്റീവ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കോവിഡ് സ്ഥിരീകരിച്ചതിനു പിന്നാലെ ബൈഡന് പരിശോധന നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഊർജിതമാക്കാൻ ഒരുങ്ങി ജോ ബൈഡനും സംഘവും. യമനിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ ജിബൂട്ടി തീരത്ത് വെച്ച് 8 എത്യോപ്യൻ കുടിയേറ്റക്കാർ കൊല്ലപ്പെട്ടതായി UN മൈഗ്രേഷൻ ഏജൻസി. 12 പേരെ കാണാതായി. ബോട്ടിലുണ്ടായിരുന്നത് 34 കുടിയേറ്റക്കാർ. ആക്രമണത്തിന് പിന്നിൽ കള്ളക്കടത്ത് സംഘമെന്ന് റിപ്പോർട്ട്. അമേരിക്കയിൽ 20,000 ആമസോൺ ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി അധികൃതർ. ജീവനക്കാർ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പ്രവർത്തിച്ചതെന്ന ആക്ഷേപം. ആരോപണം നിഷേധിച്ച് ആമസോൺ. ഓക്ലൻഡിലെ രണ്ടാം ഘട്ട കോവിഡ് വ്യാപനം പിടിച്ചുകെട്ടാൻ സാധിച്ചതായി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആർഡൻ. കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമായതോടെ ഓക്ലൻഡിലെ നിയന്ത്രണങ്ങൾ ഈ ആഴ്ച പിൻവലിക്കും. കോവിഡിനെതിരെയുള്ള പോരാട്ടം തുടരുമെന്നും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി. പാരീസിലെ ഹോട്ടലുകൾക്ക് കർശന നിയന്ത്രണങ്ങളോടെ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി. വരും ദിവസങ്ങളിൽ നഗരത്തിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് നിയന്ത്രണങ്ങൾ കർശനമാക്കിയിരുന്നു. നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന നിയന്ത്രണങ്ങൾ 15 ദിവസം വരെ തുടരുമെന്ന് പാരീസ് മേയർ. കോവിഡ് വ്യാപനം തടയാൻ പരാജയപ്പെട്ടാൽ ബ്രിട്ടനിൽ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. ത്രിതല ലോക്ഡൌൺ പ്രാബല്യത്തിൽ വരുമെന്ന റിപ്പോർട്ട്. നിയന്ത്രണങ്ങൾ രാജ്യവ്യാപകമായി പ്രഖ്യാപിക്കാൻ സാധ്യത. കോവിഡ് പ്രതിസന്ധിയിൽ ജോലി നഷ്ടപ്പെട്ടവർക്കായി പുതിയ പദ്ധതി പ്രഖ്യാപിച്ച് ബ്രിട്ടീഷ് സർക്കാർ. $308 മില്യൺ പദ്ധതിയുമായി തൊഴിൽ മന്ത്രാലയം. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ തീരുമാനം. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള സംവാദ പരിപാടിയിൽ മാറ്റമില്ല. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി മൈക്ക് പെൻസും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസും തമ്മിലുള്ള സംവാദം ബുധനാഴ്ച. ഇരുവരുടെയും കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവ്. ഉഭയകക്ഷി ചർച്ചകൾക്കായി ഖത്തറിലേക്ക് തിരിച്ച് അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഗനി. ഖത്തർ നേതാക്കളുമായി ചർച്ച നടത്തും. സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയാണെങ്കിലും താലിബാൻ നേതാക്കളുമായി കൂടിക്കാഴ്ച ഉണ്ടാകില്ലെന്ന് അഫ്ഗാനിസ്ഥാൻ. തടവുകാരെ മോചിപ്പിക്കാൻ ഒരുങ്ങി മാലി. തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട 100ഓളം തടവുകാരെ സർക്കാർ മോചിപ്പിക്കും. നടപടി സമാധാന ചർച്ചകളുടെ ഭാഗമായി. കാലിഫോർണിയയിലെ കാട്ടുതീ അനിയന്ത്രിതമായി തുടരുന്നു. ഇതുവരെ കത്തിനശിച്ചത് 40 ലക്ഷം ഏക്കർ. മരണം 31. തെക്കൻ മേഖലകളിൽ പടരുന്ന തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. അർമേനിയ അസർബൈജാൻ സംഘർഷം തുടരുന്നു. ജനവാസ മേഖലകളിൽ പരസ്പരം റോക്കറ്റ് ആക്രമണം നടത്തി രാജ്യങ്ങൾ. അർമേനിയയുടെ ആക്രമണത്തിൽ കനത്ത നാശനഷ്ടം ഉണ്ടായെന്ന് അസർബൈജാൻ പ്രസിഡന്റ്. ബംഗ്ലാദേശിലെ കോവിഡ് വാക്സിൻ പരീക്ഷണങ്ങൾക്ക് സർക്കാരിനോട് ധനസഹായം ആവശ്യപ്പെട്ട് സിനോവാക് ബയോട്ടിക്. ചൈനീസ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ സിനോവാക് ബയോട്ടിക്കും ബംഗ്ലാദേശും തമ്മിൽ കോവിഡ് വാക്സിൻ പരീക്ഷണത്തിനായി ധാരണയിലെത്തുകയായിരുന്നു. തുക കൈമാറുന്നത് വൈകിയാൽ പരീക്ഷണങ്ങൾ ആരംഭിക്കുന്നതിൽ കാലതാമസം ഉണ്ടാകുമെന്ന് സിനോവാക്. ഇന്ത്യൻ ഓൺലൈൻ ടാക്സി ആപ്ലിക്കേഷനായ ഒലയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി ലണ്ടൻ. നടപടി സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി. 1000-ലധികം പരാതികൾ കമ്പനിക്കെതിരെ ലഭിച്ചതായി അധികൃതർ. ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിൽ റോക്കറ്റ് ആക്രമണം. ജനവാസ മേഖലയിൽ 2 റോക്കറ്റുകൾ പതിച്ചതായി സൈന്യം. അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒമാനിലേക്കുള്ള യാത്രക്കാർക്ക് അതിർത്തികളിൽ PCR പരിശോധനയ്ക്ക് സൗകര്യമൊരുക്കും. ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവെച്ചതായി അധികൃതർ. ഒമാൻ ആരോഗ്യ മന്ത്രാലയം, ഒമാൻ എയർപോർട്ട്സ് സപ്ലൈ ഇന്റർനാഷണൽ കമ്പനി എന്നിവയാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്.
സ്വർണ്ണവില കുറഞ്ഞു. പവന് 240 രൂപ കുറഞ്ഞ് 37,120 രൂപയായി. ഗ്രാമിന് 4,460 രൂപ. IPL-ൽ ഇന്ന് കരുത്തരുടെ പോരാട്ടം. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. പോയിന്റ് നിലയിൽ 2ഉം 3ഉം സ്ഥാനത്താണ് ഡൽഹി ക്യാപിറ്റൽസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിന് മുംബൈ ഇന്ത്യൻസിനും തകർപ്പൻ ജയം. കിങ്സ് 11 പഞ്ചാബിനെ ചെന്നൈ തകർത്തത് 10 വിക്കറ്റിന്. സൺറൈസേഴ്സിനെതിരെ 34 റൺസിനായിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ ജയം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗത്തിൽ അട്ടിമറി. 1ാം സീഡ് റുമാനിയുടെ സിമോണ ഹാലപ്പിനെ പോളണ്ട് താരം ഇഗാ സ്വിയാടെക് കീഴടക്കി. 5ാം സീഡിൽ കിക്കി ബർട്ടൻസിനെ ഇറ്റാലിയൻ താരം മാർട്ടിന ട്രെവിസൺ പരാജയപ്പെടുത്തി. ക്വാർട്ടറിൽ ഇഗാ സ്വിയാടെക്കിന് ട്രെവിസനാണ് എതിരാളി. PSG മുന്നേറ്റക്കാരൻ എഡിൻസൺ കവാനി മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് 2 വർഷത്തേക്കായിരിക്കും കരാർ. കഴിഞ്ഞ ജൂണിൽ PSG-യുമായുള്ള കരാർ അവസാനിച്ചിരുന്നു. PSG-യിൽ 200 ഗോളുകൾ നേടിയിട്ടുണ്ട് കവാനി. ഇനി ജില്ലാ വാർത്തകൾ. കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ സഹോദരി ലീലാറ്റി അന്തരിച്ചു. 58 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ശാന്തി കവാടത്തിൽ നടക്കും. കൊല്ലത്ത് പാറക്കടവ് പുന്നമൺ ഏല റോഡ് നിർമ്മാണോദ്ഘാടനം നടന്നു. റോഡ് നിർമ്മാണം മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ നിന്നും 10 ലക്ഷം രൂപ ചെലവഴിച്ച് ഉദ്ഘാടനം നിർവഹിച്ച് മുല്ലക്കര നാഗരൻ MLA. കൊട്ടാരക്കരയിൽ നിന്ന് പാരിപ്പള്ളി കരുനാഗപ്പള്ളി ഡിപ്പോകളിലേക്ക് കൂടുതൽ KSRTC ചെയിൻ സർവീസുകൾ. കൊട്ടാരക്കര പുത്തൂർ കരുനാഗപ്പള്ളി ചെയിൻ സർവീസുകൾ അരമണിക്കൂർ ഇടവിട്ടും കൊട്ടാരക്കര പാരിപ്പള്ളി സർവീസുകൾ 20 മിനിറ്റ് ഇടവിട്ടും നടത്തും. കൊല്ലം ജില്ലയിലെ 6 പഞ്ചായത്തുകൾ പൂർണ്ണമായും കണ്ടെയ്ൻമെന്റ് സോണിൽ. പനയം, ആലപ്പാട്, ചവറ, തെക്കുംഭാഗം, നീണ്ടകര, തൃക്കരുവ എന്നീ ഗ്രാമപഞ്ചായത്തുകൾ പൂർണ്ണമായും പനയം പഞ്ചായത്ത് റെഡ് സോണിൽ. ആലപ്പുഴ നഗരത്തിലെ 2ാമത്തെ FLTC പ്രവർത്തനം തുടങ്ങി. 230 കിടക്കകളും മറ്റ് സൗകര്യങ്ങളുമായി കേന്ദ്രം പ്രവർത്തിക്കുക. മുനിസിപ്പൽ ടൗൺ ഹാളിൽ ആദ്യം ആരംഭിച്ച FLTCയിൽ ഒരുക്കിയിരിക്കുന്നത് 130 പേർക്കുള്ള സൗകര്യങ്ങൾ. അറ്റകുറ്റപ്പണികൾക്കായി പൊളിച്ച റോഡ് 9 മാസം കഴിഞ്ഞിട്ടും നവീകരിക്കുന്നില്ലെന്ന് പരാതി. ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുന്നത് കൈതവന NGO ക്വാർട്ടേഴ്സ് NH റോഡ്. കരാറുകാരനെയും നഗരസഭാ അധികൃതരെയും സമീപിച്ചെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്ന് അധികൃതർ. പത്തനംതിട്ടയിൽ കോവിഡ് വ്യാപന സാഹചര്യത്തിൽ നിരോധനാജ്ഞ ലംഘിച്ച് രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തിയ CPIM പഞ്ചായത്ത് അംഗമടക്കം 10 പേർക്കെതിരെ കേസ്. ഏഴംകുളം പഞ്ചായത്തിലെ 18ാം വാർഡംഗം മോഹൻ നായർ ഉൾപ്പെടെ 10 പേർക്കെതിരെയാണ് നടപടി. പത്തനംതിട്ട ജില്ലയിലെ 36 ഗ്രാമപഞ്ചായത്തുകൾക്കും തിരുവല്ല, പന്തളം നഗരസഭകൾക്കും ശുചിത്വ പദവി. മികവ് നിശ്ചയിച്ചത് ഹരിത കേരള മിഷൻ. ശുചിത്വ മിഷൻ പദ്ധതികളുടെ മികവ് കണക്കിലെടുത്ത് ശുചിത്വ പദവിക്കായി തെരഞ്ഞെടുത്തത് ഖരമാലിന്യ സംസ്കരണത്തിൽ മികവ് തെളിയിച്ച തദ്ദേശ സ്ഥാപനങ്ങളെ. കോട്ടയം പാമ്പാടി ആലാമ്പള്ളി റോഡിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ആനിക്കാട് സ്വദേശി അജേഷാണ് മരിച്ചത്. പരിക്കേറ്റ മറ്റൊരു ബൈക്ക് യാത്രികൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. ചങ്ങനാശ്ശേരിയിൽ തോട്ടിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. ചങ്ങനാശ്ശേരി സ്വദേശി ലിക്സൺ ആണ് മരിച്ചത്. അപകടം വെട്ടിത്തുരുത്ത് ബോട്ടുചെട്ടി പള്ളിക്ക് സമീപത്തെ തോട്ടിൽ. കോട്ടയം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ തീക്കോയി മാർമല അരുവിലേക്കുള്ള റോഡ് അപകടാവസ്ഥയിൽ. ചേർന്നത് 4.25 കോടി രൂപ ചെലവിൽ നവീകരിച്ച റോഡ്. കരിങ്കൾക്ക് പകരം സ്ഥാപിച്ച കോൺക്രീറ്റ് പൈപ്പുകൾ മഴയിൽ ഒലിച്ചുപോയി. കോട്ടയം ജില്ലയിൽ കാറിടിച്ച് ബാലിക മരിച്ചു. യൂത്ത് ലീഗ് ഇരാറ്റുപേട്ട മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി ഒബിയഹിയുടെ മകൾ അഹന്ന മറിയമാണ് മരിച്ചത്. അപകടം ഇന്നലെ രാത്രി നാട്ടകത്ത്. ഇടുക്കി ജില്ലയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടിംഗ് മെഷീനുകളുടെ പരിശോധന തുടങ്ങി. കളക്ടറേറ്റിൽ സൂക്ഷിച്ചിരുന്ന EVM മെഷീനുകൾ ചെറുതോണിയിലെ വാഴത്തോപ്പ് പഞ്ചായത്ത് ടൗൺ ഹാളിലേക്ക് മാറ്റി. കേരള ഹൌസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് നടത്തിയ സാമ്പത്തിക തട്ടിപ്പിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് നിക്ഷേപകരുടെ കൂട്ടായ്മ. നിക്ഷേപ കാലയളവ് പൂർത്തീകരിച്ചവർക്ക് മുതലും പലിശയും നൽകാതെ കബളിപ്പിക്കുകയാണ് സ്ഥാപനമെന്ന് നിക്ഷേപകർ. കേസിൽ CBI അന്വേഷണം അനിവാര്യമെന്ന് പൂണിത്തുറ കൌൺസിലർ AB സാബ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ സർവീസ് നടത്തി ഫോർട്ട് കൊച്ചി റോറോ സർവീസ്. ഫോർട്ട് കൊച്ചിയെയും വൈപ്പിനെയും ബന്ധിപ്പിക്കുന്ന 2 സർവീസുകൾ നിലവിൽ ഒന്നായി ചുരുങ്ങിയതോടെയാണ് തിരക്ക് അനുഭവപ്പെടുന്നതെന്ന് യാത്രക്കാർ. റോറോ അടിക്കടി തകരാറിലാകുന്നത് കണക്കിലെടുത്ത് ബോട്ട് സർവീസ് കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം. പാലം പൊളിച്ചു പണിയുന്നതിന്റെ ഭാഗമായി പാലാരിവട്ടത്ത് ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം തുടരുന്നു. കാക്കനാട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളെയാണ് നിയന്ത്രണം ബാധിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഗതാഗത നിയന്ത്രണം തുടരുകയാണ്.
തൃശൂർ ജില്ലയിലെ അരിമ്പൂർ പഞ്ചായത്തിലെ കോൾനിലകളിൽ നെൽകൃഷി ഇറക്കുന്നത് പ്രതിസന്ധിയിൽ നിലമൊരുക്കലിന് തുടക്കം കുറിച്ച പടവുകളിൽ വെള്ളമൊഴിയാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. 500 ഏക്കർ കൃഷിയിടങ്ങളിൽ മാലിന്യവും കുളവാഴിയും നിറഞ്ഞ കൃഷി പ്രതിസന്ധിയിലായെന്ന് കർഷകർ. പാലക്കാട് വടക്കഞ്ചേരിയിൽ BJP പ്രവർത്തകന് നേരെ ആക്രമണം. വെട്ടേറ്റത് പാളയം സ്വദേശി രമേശിന്. ആക്രമണത്തിന് പിന്നിൽ കോൺഗ്രസ് എന്ന BJP. പാലക്കാട് മൈലാഞ്ചിക്കാട്ടിൽ അനധികൃതമായി മണ്ണ് കടത്തിയ വാഹനങ്ങൾ പിടികൂടി. പരിശോധന നടത്തിയത് ഒറ്റപ്പാലം സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം. പാലക്കാട് നഗരസഭ ഓഫീസ് അടച്ചു. നടപടി ഓഫീസിലെ 2 ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനു പിന്നാലെ എല്ലാ ജീവനക്കാർക്കും കോവിഡ് പരിശോധന നടത്താൻ തീരുമാനം. പരിസ്ഥിതി മാഗസിൻ നേച്ചറിന്റെ മികച്ച യുവ ശാസ്ത്രജ്ഞനുള്ള പുരസ്കാരം പാലക്കാട് സ്വദേശിക്ക്. ഒലവക്കോട് സ്വദേശി രോഹിത് ബാലകൃഷ്ണനാണ് പുരസ്കാരം നേടിയത്. ശാന്തസമുദ്രവും ഇന്ത്യൻ മഹാസമുദ്രവും കേന്ദ്രീകരിച്ച് നടത്തിയ ഗവേഷണത്തിനാണ് പുരസ്കാരം. പാലക്കാട് മെദാൾ ഗ്രൂപ്പിന്റെ ടർഫ് കായിക പ്രേമികൾക്കായി തുറന്നു. ഉദ്ഘാടനം നിർവഹിച്ച് ഷാഫി പറമ്പിൽ MLA. ഫുട്ബോൾ താരങ്ങളായ IM വിജയൻ, ജോ പോളഞ്ചേരി, അബ്ദുൽ ഹക്കീം എന്നിവർ ചേർന്ന് കിക്ക് ഓഫ് നിർവഹിച്ചു. മലപ്പുറം ചങ്കരംകുളത്ത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. കോക്കൂർ ഹൈസ്കൂളിനടുത്തുള്ള കടയിൽ നിന്നാണ് ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. കടയുടമയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. മലപ്പുറം എടപ്പാൾ ടൗണിൽ ഇന്നു മുതൽ ഗതാഗത നിയന്ത്രണം. നടപടി മേൽപ്പാലത്തിന്റെ തൃശൂർ റോഡിലെയും കോഴിക്കോട് റോഡിലെയും ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന പണികൾ തുടങ്ങിയതുകൊണ്ട് ടൗണിൽ നിന്ന് തൃശൂർ റോഡിലേക്കും പൊന്നാനി റോഡിൽ നിന്ന് പട്ടാമ്പി റോഡിലേക്കുമുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടും. കോരപ്പുഴയിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗതിയിൽ. ഡിസംബറിൽ പാലം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ ആലോചന. പാലത്തിന്റെ 7 സ്പാനിൽ 5ാമത്തെ സ്പാനിന്റെ പ്രവൃത്തി പകുതിയോളം പൂർത്തിയായെന്ന് അധികൃതർ. കോഴിക്കോട് ജില്ലയിലെ 5 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ നാളെ ഉദ്ഘാടനം ചെയ്യും. വീഡിയോ കോൺഫറൻസിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രങ്ങൾ നാടിന് സമർപ്പിക്കും. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന വാണിമേൽ, മണിയൂർ, വില്യാപ്പള്ളി, കിണാശ്ശേരി കേന്ദ്രങ്ങളിലും പയ്യോളിയിൽ പുതുതായി ആരംഭിക്കുന്ന നഗര കുടുംബാരോഗ്യ കേന്ദ്രവും ജനങ്ങൾക്കായി തുറന്നു നൽകും. സംസ്ഥാന സർക്കാർ 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വയനാട് തുരങ്കപാതയുടെ നിർമ്മാണം തുടങ്ങി. നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. പാരിസ്ഥിതിക പ്രാധാന്യത്തിൽ ഊന്നിയാണ് പദ്ധതി നടപ്പിലാക്കുകയെന്ന് മുഖ്യമന്ത്രി. വടകര നഗരത്തിൽ പ്രധാന റോഡുകൾ അടച്ച് പോലീസ് നിയന്ത്രണങ്ങൾ കർശനമാക്കി. നടപടി നഗരസഭ പൂർണ്ണമായും കണ്ടെയ്ൻമെന്റ് സോണായ സാഹചര്യത്തിൽ. കഴിഞ്ഞ ദിവസം വടകരയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത് 112 കോവിഡ് കേസുകൾ. പയ്യമ്പള്ളി ചാലിഗദ്ദയിൽ അരയേക്കർ നെൽകൃഷി കാട്ടാന നശിപ്പിച്ചു. അനീഷ് ജോസഫിന്റെ അരയേക്കർ നെൽകൃഷിയാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. പ്രദേശത്തെ കാട്ടാനശല്യം തടയുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്ന് കർഷകർ. വയനാട് കക്കേരിയിൽ കരടിയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു. കാട്ടുനായ്ക്ക കോളനിയിലെ രഘുവിന്റെ മകൻ ഉദയനാണ് പരിക്കേറ്റത്. ആക്രമണം അയൽവാസികൾക്കൊപ്പം വനത്തിനുള്ളിൽ വിറക് ശേഖരിക്കുമ്പോൾ. കോവിഡ് ചികിത്സയിലിരിക്കെ മരിച്ച വയനാട് മേപ്പാടി സ്വദേശി മൈമുനയുടെ ഖബറടക്കത്തിന് നേതൃത്വം നൽകിയ വൈറ്റ് ഗാർഡ്. മേപ്പാടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്ന മയ്യത്ത് നമസ്കാരത്തിന് റസാഖ് മൗലവി നേതൃത്വം നൽകി. ഖബറടക്കം നടന്നത് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച്. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി മുത്തങ്ങ ആനപ്പന്തയിൽ ആനയൂട്ട് നടത്തി. 10 ആനകൾക്കാണ് ആനയൂട്ടൽ ചടങ്ങ് നടത്തിയത്. പരിപാടി സംഘടിപ്പിച്ചത് സംസ്ഥാന വനം വന്യജീവി വകുപ്പ്. കണ്ണൂർ മയിലിൽ സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന 18 ലിറ്റർ വിദേശ മദ്യവുമായി യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് ഇരുവശി സ്വദേശി TV നിഷാൻ. മദ്യക്കുപ്പികളും സഞ്ചരിച്ച വാഹനവും എക്സൈസ് പിടിച്ചെടുത്തു. കാസർഗോഡ് ജില്ലയിലെ സംവരണ വാർഡുകളിലേക്കുള്ള നറുക്കെടുപ്പ് ഇന്ന്. നറുക്കെടുപ്പ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ. ജില്ലാ കളക്ടർ ഡോക്ടർ D സജിത് ബാബു നറുക്കെടുപ്പിന് നേതൃത്വം നൽകും. ഇനി ഫാക്ട് ചെക്ക്. പശ്ചിമ ബംഗാളിലെ മിഡ്നാപൂർ ജില്ലയിൽ നെൽവയിൽ നിന്ന് സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചാരണം. സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്ന് പ്രചാരണം. എന്നാൽ യഥാർത്ഥത്തിൽ സ്ത്രീ ബലാത്സംഗത്തിന് ഇരയായിട്ടില്ലെന്നും കൊലപാതകത്തിന് പിന്നിൽ ഭർത്താവെന്നും പോലീസിന്റെ സ്ഥിരീകരണം. ഇന്ത്യയുടെ സുഖോയ് യുദ്ധവിമാനങ്ങൾ ചൈന വെടിവെച്ച് വീഴ്ത്തിയെന്ന് വ്യാജ ട്വീറ്റ്. ചൈനീസ് സേനയുടെ ആക്രമണം ടിബറ്റൻ പ്രദേശത്ത് വെച്ചെന്നും വ്യാജ പ്രചാരണം. ട്വീറ്റ് പ്രചരിക്കുന്നത് ചൈനീസ് അക്കൗണ്ടിൽ നിന്ന്. വാർത്ത വ്യാജമെന്ന് സ്ഥിരീകരിച്ച് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ. ഹത്രാസിൽ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ചിത്രം എന്ന രീതിയിൽ വ്യാജ പ്രചാരണം. വാർത്തയുടെ സത്യാവസ്ഥയുമായി ക്രിസ്ത്യൻ തോമസ്. ഹത്രാസിൽ നിന്നും വരുന്ന വാർത്തകൾ സാധാരണ മനുഷ്യരുടെയൊക്കെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്നതാണ്. ക്രൂരതയുടെ അങ്ങേയറ്റം.
പക്ഷേ ഹത്രാസ് സംഭവത്തെ കൂട്ടിക്കെട്ടി വ്യാജവാർത്ത ചമയ്ക്കുന്നവർ ചെയ്യുന്നത് അതിക്രൂരത ഉണർത്തിയ ഭയത്തെ തീവ്രമാക്കുകയാണ്. വ്യാജവാർത്തയും അതിന്റെ യാഥാർത്ഥ്യവും പരിശോധിക്കാം. തെറ്റായ ചിത്രവും ഹാഷ്ടാഗും ഉപയോഗിച്ച് നടക്കുന്ന വ്യാജ പ്രചരണം സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുകയാണ്. യോഗിയുടെ യുപിയിൽ കൂട്ടബലാത്സംഗത്തിനിരയായി മരിച്ച 19-കാരി എന്ന് തുടങ്ങുന്നു കുറിപ്പ്. ഇത്രയും നിഷ്കളങ്കമായ പെൺകുട്ടിയോട് ചെയ്ത ക്രൂരതയോർത്ത് എന്റെ ഹൃദയം നുറുങ്ങുന്നു. ഈ ദുരവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. ഇനിയും നമ്മൾ ഏറെ മാറാനുണ്ട്. ഇതാണ് പ്രചരിക്കുന്ന മറ്റൊരു പോസ്റ്റ്. ജനഭാരത് ടൈംസ്, തെലുങ്കു സർക്കിൾസ്, ഭാരത് ഹെഡ്ലൈൻസ്, പബ്ലിസിറ്റി റെക്കോർഡർ തുടങ്ങിയ വെബ്സൈറ്റുകളിലും ഇതേ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. വാർത്തയുടെ സത്യാവസ്ഥ പരിശോധിച്ചപ്പോൾ ചിത്രം വ്യാജമെന്ന് ബോധ്യമായി. 2018 ജൂലൈയിൽ ഛത്തീസ്ഗഡിൽ മരിച്ച മനീഷ യാദവ് എന്ന പെൺകുട്ടിയുടേതാണ് ചിത്രമെന്ന് വ്യക്തമായി. ചികിത്സാ പിഴവ് മൂലമാണ് 2 വർഷം മുൻപ് ഈ പെൺകുട്ടി മരിച്ചത്. ചിത്രം വ്യാജമായി പ്രചരിപ്പിച്ചതിന് മനീഷയുടെ പിതാവ് മോഹൻലാൽ യാദവ് ഛത്തീസ്ഗഡ് പോലീസിൽ പരാതി നൽകി. ഹത്രാസ് സംഭവം രാജ്യത്ത് ഹൃദയമുള്ളവരെയൊക്കെ ഒരു മുദ്രാവാക്യത്തിലേക്ക് ചേർത്ത് നിർത്തുകയാണിപ്പോൾ. അത് പെൺകുട്ടിക്ക് നീതി വേണം എന്നത് മാത്രമാണ്. എന്നാൽ തെറ്റായ ചിത്രവും പേരും ഉപയോഗിച്ച് ഇപ്പോൾ നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തെ ദുർബലപ്പെടുത്തിയേക്കും. ഇപ്പോൾ കിട്ടിയ വാർത്തകൾ. KSEB കരാർ ജീവനക്കാരൻ ജോലിക്കിടെ ഷോക്കേറ്റ് മരിച്ചു. പാലയോട് സ്വദേശി സുനിൽ ആണ് മരിച്ചത്. നെയ്യാറ്റിൻകര പത്താങ്കലിന് സമീപം പോസ്റ്റിന് മുകളിൽ പണിയെടുക്കുമ്പോഴാണ് ഷോക്കേറ്റത്. തിരുവനന്തപുരത്ത് കൂടുതൽ പോലീസുകാർക്ക് കോവിഡ്. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ SI ഉൾപ്പെടെ 3 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ മ്യൂസിയം സ്റ്റേഷനിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 5ആയി. സെക്രട്ടേറിയറ്റിലെ 2 സുരക്ഷാ ജീവനക്കാർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. ഹത്രാസ് പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടില്ല എന്ന പോലീസ് വാദം ദുർബലമാകുന്നു. ഫോറൻസിക് റിപ്പോർട്ടിന് ഉപയോഗിച്ചത് 11 ദിവസം പഴക്കമുള്ള സാമ്പിളുകളെന്ന് അലിഗഡ് മെഡിക്കൽ കോളേജിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ. പ്രതികരണം ഇന്ത്യൻ എക്സ്പ്രസും നൽകിയ അഭിമുഖത്തിൽ.